ഇടുക്കി മാങ്കുളത്ത് നിന്ന് കാണാതായ പഞ്ചായത്ത് അംഗത്തെ കണ്ടെത്തി. അവശനിലയിലാണ് ധന്യ ഗണേശനെ കണ്ടെത്തിയത്. കാട്ടിനകത്തെ താമസ സ്ഥലത്ത് അവശനിലയിലായിരുന്നു ധന്യ കണ്ടെത്തുമ്പോൾ. രാഹുൽ വിജയൻ ഇടിക്കുന്നു. രാഹുൽ, എന്താണ് ശരിക്കും സംഭവിച്ചത്? എപ്പോഴാണ് കണ്ടെത്തിയത്? എന്തൊക്കെയാണ് നമുക്ക് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ ധന്യ എങ്ങനെയാണ് ഈ വനത്തിനുള്ളിൽ എത്തിയതെന്ന്, ആ കുടിയിൽക്കുള്ളിൽ എത്തിയതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. ഈ ധന്യയുടെ മൊഴിയെടുത്തെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളിലൊരു സ്ഥിരീകരണം വരികയുള്ളൂ. എന്തായാലും പോലീസും നാട്ടുകാരും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിലെ കുടിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടിന്റെ ശുചിമുറിക്കുള്ളിൽ ആവശ്യ നിലയിൽ ഈ ധന്യയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ എന്തായാലും അവിടെ നിന്ന് പുറത്തെത്തിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആരോഗ്യനില വഷളായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോകണോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ധന്യയെ കാണാതാകുന്ന. കുടുംബ പ്രശ്നത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങി എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ട് പോലീസിന് ലഭിച്ച വിവരം. വെള്ളിയാഴ്ചയാണ് പരാതി ലഭിക്കുകയും ചെയ്തത്. മൂന്നാർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായും അതുപോലെ തന്നെ കടാവർ ഡോഗിന്റെ സഹായത്തോടു കൂടി നടത്തിയ പരിശോധനയിലാണ് ധന്യയെ കണ്ടെത്താൻ കഴിഞ്ഞത്. ശരി, എന്തായാലും ആളെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ വനത്തിൽ ആ കുടിയിൽ എത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട്. അതിന് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ധന്യയോട് കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് പോലീസിന് തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.